ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെൻഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുന്നു, പുതിയ വ്യക്തികളായി മാറുന്നു, പുതിയ സൃഷ്ടികളായി മാറുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ നവീകരിക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഫലങ്ങൾ കൊണ്ട് നിറയാനാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. 9 ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 3 ഫലങ്ങൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ഫലങ്ങളാണ്: സ്നേഹം, ആനന്ദം, സമാധാനം. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്ന 3 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദീർഘക്ഷമ, ദയ, നന്മ. അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന നന്മകളാണ്, ഫലങ്ങളാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട, സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദീർഘക്ഷമ, ദയ, നന്മ. 3-ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 3-ാമത്തെ സെക്ഷൻ നമ്മോട് തന്നെയുള്ള ബന്ധത്തിലുള്ള കിട്ടേണ്ട നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്. അതാണ് വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ആദ്യത്തെ 3 ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നു. സ്നേഹത്തെക്കുറിച്ച്, ആനന്ദത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചിരുന്നു. ഇപ്പോൾ 2-ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, സമൂഹമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ചില അനുഗ്രഹങ്ങൾ, ദൈവകൃപ. അതിലൊന്നാണ് ദീർഘക്ഷമ, ക്ഷമയുടെ ജീവിതം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ക്ഷമ ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി നിരന്തരം പരിശ്രമിക്കുക കൂടെ വേണം. ഇപ്പോൾ ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ് ലഭിച്ചു, വരങ്ങൾ ലഭിച്ചു. വരങ്ങൾ ലഭിക്കുന്ന വ്യക്തിക്ക് അതൊരു ദാനമായിട്ട്, വരമായിട്ട് ലഭിക്കുകയാണ്. അത് ആ വ്യക്തിക്ക് ഉടനെ തന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അത് രോഗശാന്തി വരമാണെങ്കിലും പ്രവചനപരമാണെങ്കിലും ആ വരം ലഭിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. എന്നാൽ വരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫലങ്ങളിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇത് ഒരു നീണ്ടു നിൽക്കുന്ന ഒരു വളർച്ചയുടെ മേഖലയാണ് ഇവിടെയുള്ളത്. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നു. പക്ഷേ അത് നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രാർത്ഥനയിലൂടെ നമ്മൾ പരിപോഷിപ്പിച്ചെടുക്കണം. ഒരു വ്യക്തി പരിപോഷിപ്പിച്ചെടുക്കുന്നതനുസരിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് പരിപോഷിപ്പിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കുക? അതിന് നമ്മൾ 3-4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നാമതായിട്ട്, നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കണം, പഠിക്കണം. ദൈവവചന പഠനത്തിലൂടെ, ദൈവവചന വായനയിലൂടെ നമുക്ക് ഫലങ്ങളിൽ വളരാൻ സാധിക്കും. രണ്ടാമതായിട്ട്, നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം. വ്യക്തിപരമായി കുറച്ച് സമയം പരിശുദ്ധാത്മാവിനോട്, ദൈവത്തോട്, ഈശോയോട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തണം. മൂന്നാമതായിട്ട്, ഫലങ്ങളിൽ വളരാൻ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് കൂട്ടായ്മ പ്രാർത്ഥനകൾക്ക് നമ്മൾ പ്രാധാന്യം നൽകണം. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകൾ, ഇടവക കൂട്ടായ്മയുണ്ടാകാം, പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടാകാം, മധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടാകും. ഇങ്ങനെ കൂട്ടായ്മകളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഫലങ്ങളിൽ നമുക്ക് വളരാൻ സാധിക്കുക. നാലാമതായിട്ട്, നമ്മുടെ ജീവിതത്തിന് ഒരു ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടാകണം. തോന്നിയതുപോലെ നമ്മൾ ജീവിച്ചാൽ, ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ലഭിക്കുകയില്ല. തോന്നുന്ന സമയത്ത് എഴുന്നേൽക്കുന്നു, തോന്നുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു, തോന്നുന്ന സമയത്ത് പള്ളിയിൽ പോകുന്നു, തോന്നുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു ചിട്ടയില്ലാത്ത ജീവിതം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഒരു ക്രമമില്ലാത്ത ജീവിതമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അതോടൊപ്പം ഒരു ഡിസിപ്ലിൻ, നമ്മളായിരിക്കുന്ന സഭ നമുക്ക് തരുന്ന ഒരു ഡിസിപ്ലിനുണ്ട്, ആ ക്രമമുണ്ട്. അതിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ വളരാൻ നമുക്ക് സാധിക്കുക. സ്നേഹമുള്ളവർ, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്ന പ്രത്യേകതകൾ, യേശുവിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിരുന്ന പ്രത്യേകതകൾ,
അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദീർഘക്ഷമ എന്ന് പറയുന്നത്, ക്ഷമ എന്ന് പറയുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വചനം പറയുകയാണ്, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ്. അപ്പോൾ കർത്താവ് ദീർഘക്ഷമയുള്ള ദൈവം, ദീർഘക്ഷമയുള്ള വ്യക്തിയാണ്, ദൈവമാണ്. നെഹമ്യായുടെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകിയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല. അപ്പോൾ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 86-ന്റെ 15-ാം തിരുവചനം, എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്, അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. സങ്കീർത്തനം 145:8, കർത്താവ് കൃപാലുവും കരുണാമയനുമാണ്, ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ചാണ്. സ്നേഹമുള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി, മനുഷ്യർക്ക് ദേഷ്യം വരികയും കോപം വരികയും ക്ഷമയില്ലാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ന് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമോ? നമ്മൾ മനുഷ്യർ പെട്ടെന്ന് കോപിക്കുകയും എടുത്തുചാടി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവം ക്ഷമയില്ലാതെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ ലോകം ഇന്നുണ്ടാകുമോ? മനുഷ്യവർഗം തന്നെ ഉണ്ടാകുമോ? കാരണം എന്തെല്ലാം കാര്യങ്ങൾ, എന്തുമാത്രം പ്രകോപനങ്ങളാണ് ദൈവത്തിനെതിരായിട്ട് ഈ ലോകത്തിൽ നടക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ദീർഘക്ഷമ എത്ര വലുതാണ്. ഇസ്രായേൽ ജനം ദൈവത്തെ എന്തുമാത്രം പ്രകോപിപ്പിച്ചിരുന്നു, പക്ഷെ ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടു നടന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വലിയ സ്വഭാവമാണ്, കൃപയാണ് ദീർഘക്ഷമ. ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം ദൈവത്തിൻ്റെ ക്ഷമയാണ്. ദൈവം അത്രയും ക്ഷമയുള്ള ദൈവമാണ്. ഈ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര പെട്ടെന്നാണ് അരിശം വരുന്നത്, എത്ര പെട്ടെന്നാണ് കോപം വരുന്നത്, എത്ര പെട്ടെന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്നേഹമുള്ളവർ, നമ്മുടെ കുടുംബത്തിലേക്കൊക്കെ കടന്നു വന്നാൽ കുറച്ചുകൂടെ നമ്മുടെ അരിശവും കോപം നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷപ്രദമായൊരു ദാമ്പത്യ ജീവിതം എത്രയോ ദമ്പതികൾക്ക് ലഭിക്കുമായിരുന്നു. കുറച്ചുകൂടെ അരിശവും കോപമൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ മക്കളുമായിട്ട് എത്രയോ നല്ല ബന്ധം സ്ഥാപിക്കാൻ പല മാതാപിതാക്കൾക്കും സാധിക്കുമായിരുന്നു. കുറച്ചുകൂടെ കോപം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ജോലി സ്ഥലത്ത് എത്രയോ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ജോലി ചെയ്യാമായിരുന്നു. കുറച്ചുകൂടെ അരിശം നിയന്ത്രിക്കാനുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ എത്ര നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കാമായിരുന്നു. അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നാണ് കോപവും അരിശവും ഒക്കെ കടന്നു വരുന്നത്. സ്നേഹമുള്ളവർ, ഈശോയുടെ മാതൃക നമ്മൾ സ്വീകരിക്കണം. പത്രോസ്ലീഹ ഈശോയെക്കുറിച്ച് പറയുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 23-ാം തിരുവചനം, നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈശോയുടെ മനോഭാവം അതാണ്. ഈശോ വളരെ ക്ഷമയോടെ, ദീർഘക്ഷമയോടുകൂടെ തന്നെ പീഡിപ്പിക്കുന്നവരോടും തന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ ഈശോ നിൽക്കുകയാണ് ചെയ്തത്. പൗലോസ്ലീഹായുടെ ക്ഷമയെക്കുറിച്ചും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 2 കൊറിന്തോസ് 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചാൽ പൗലോസ്ലീഹ പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പൗലോസ്ലീഹായിൽ ഉണ്ടായിരുന്ന ക്ഷമയെക്കുറിച്ചാണ് വചനം പറയുന്നത്. 2 കൊറിന്തോസ് 6-ാം അധ്യായം 3 മുതൽ 10 വരെയുള്ള വചനങ്ങൾ വായിച്ചു നോക്കുക. അവിടെ പൗലോസ്ലീഹ കടന്നു പോകുന്ന അനുഭവത്തിൽ എത്ര ക്ഷമയുള്ളവനായിട്ടാണ് പൗലോസ്ലീഹ പീഡനങ്ങളിലും അപമാനങ്ങളിലും കാരാഗ്രഹവാസത്തിലും നിലകൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ദീർഘക്ഷമ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ സന്തോഷപ്രദമാകുവാൻ, അനുഗ്രഹപ്രദമാകാൻ, ആത്മീയമായിട്ട് വളരാൻ ക്ഷമ നമുക്ക് ആവശ്യമാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചനം, പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആ ദീർഘക്ഷമ, പിതാവായ ദൈവത്തിൻ്റെ ജീവിതത്തിൽ കണ്ട ആ ദീർഘക്ഷമ, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ കണ്ട ആ ദീർഘക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലമായ ക്ഷമ കൊണ്ട് നമ്മൾ നിറയപ്പെടട്ടെ.
തുടർന്നുള്ള ആരാധനയിൽ ഈ ക്ഷമ ലഭിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നാം പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ അരികിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും എല്ലാം സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരിയേറെ ഉത്കണ്ഠകളുണ്ടാകാം, ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടാകാം, രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലി തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളൊക്കെ കാണാം. നമുക്ക് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെന്തക്കുസ്ത അഭിഷേകം, ഒരു നവമായ പെന്തക്കുസ്ത അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. പരിശുദ്ധാത്മാവിലൂടെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലും യേശുവിൻ്റെ പ്രവൃത്തികളിലും നിറഞ്ഞു നിന്നിരുന്ന കൃപകളും അനുഗ്രഹങ്ങളും പ്രത്യേകതകളുമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ, ദീർഘക്ഷമയെക്കുറിച്ചാണ്. അതേ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ക്ഷമിക്കാനാകാത്ത, ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു നിൽക്കുന്ന അനേകം വ്യക്തികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓരോ ദിവസത്തെ പത്രവും TV വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിദ്വേഷം മൂലം, വൈരാഗ്യം മൂലം പരസ്പരം കൊലപ്പെടുത്തുന്ന ദമ്പതികൾ, പ്രേമിച്ച് നടന്നവർ സ്നേഹബന്ധം തകരുമ്പോൾ കൊല്ലുന്നവർ, അയൽക്കാർ തമ്മിലുള്ള തർക്കങ്ങളുടെ ഫലമായിട്ട്
ക്ഷമിക്കാനാകാതെ കൊലപാതകം നടത്തുന്നവർ, എന്തിനേറെ സഹോദരങ്ങൾ പോലും വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നു. ദേശങ്ങളിൽ ഒത്തിരിയേറെ ആളുകൾ വെറുപ്പിലും വിദ്വേഷത്തിലും കഴിയുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും ക്ഷമയില്ലാത്ത അവസ്ഥ. എടുത്തുചാടി യുദ്ധങ്ങളും പ്രതിസന്ധികളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ക്ഷമ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ ക്ഷമ നമുക്കും ഈ ലോകം മുഴുവനും ലഭിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം ദീർഘക്ഷമയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. പിതാവായ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, കൃപാനിധിയാണ്, കോപിക്കുന്നതിൽ വിമുഖനാണ്, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനാണ്. ഈ ദീർഘമായ ക്ഷമ ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഈശോയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ക്ഷമയുടെ ചൈതന്യം എത്ര വലുതാണ്. കർത്താവ് ഒത്തിരിയേറെ പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും പരിഹാസത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയ്ക്ക് ക്ഷമയില്ലായിരുന്നെങ്കിൽ, പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്തെല്ലാം ഈശോയ്ക്ക് പ്രവർത്തിക്കാമായിരുന്നു. സ്നേഹമുള്ളവർ, പക്ഷേ ഈശോയുടെ ആ ക്ഷമ എത്ര വലിയ അനുഗ്രഹമായിട്ട് ഈശോയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഈ ദീർഘക്ഷമ. ഒരുപക്ഷെ നമ്മുടെ കുടുംബങ്ങളിൽ, ദാമ്പത്യ ജീവിതങ്ങളിൽ കുറച്ചുകൂടി ക്ഷമയുണ്ടായിരുന്നെങ്കിൽ എത്ര കലഹങ്ങൾ ഒഴിവായി പോകുമായിരുന്നു. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ചുകൂടി ക്ഷമയുണ്ടായിരുന്നെങ്കിൽ എത്രയോ പ്രതിസന്ധികൾ ഒഴിവാക്കാമായിരുന്നു. ജോലി സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ക്ഷമയുണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം വഴക്കുകൾ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതേ സ്നേഹമുള്ളവർ, രാജ്യങ്ങൾക്കിടയിലുള്ള യുദ്ധങ്ങളിൽ കുറച്ചുകൂടി ക്ഷമയുണ്ടെങ്കിൽ എന്തുമാത്രം നന്മകൾ ഉണ്ടാകുമായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിയുടെ ഗാനം ആലപിച്ച് ക്ഷമ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ജീവനേകും ആത്മാവി, പുതുജീവിതമേകും ആത്മാവി, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ജീവനേകും ആത്മാവി, പുതുജീവിതമേകും ആത്മാവി, തീയായി മാറാൻ എന്നിൽ അഗ്നിയയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ മക്കളിലേക്കും, എല്ലാ ദേശങ്ങളിലേക്കും ദൈവത്തിൻ്റെ ക്ഷമയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും കടന്നു വന്ന് നിറയട്ടെ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിൻ്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ
തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി ഒരിക്കൽ മാറ്റണമേ. കൂടെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. എല്ലാം സമർപ്പിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഒരിക്കൽ കൂടെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവേ എന്നിൽ നീ ഹല്ലേലൂയ, കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ആത്മാവേ എന്നെ നീ ഹല്ലേലൂയ. തീയായി മാറ്റണമേ. ആരാധന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, 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 മഹത്വം. ഒരിക്കൽ കൂടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയാൻ ആഗ്രഹിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങളേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.